ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു PSC ആസ്പിരൻ്റാണ്. നെക്സ്റ്റ് വരുന്ന LP യു പിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. പക്ഷെ കുറേ നാളായിട്ട് പഠനമൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. സോ റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ യു പിക്ക് വേണ്ടിയിട്ട് സൈലം ആപ്പ് എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നു. ക്ലാസ്സൊക്കെ കാണാറുണ്ട്. കൂടുതൽ ലൈവ് ക്ലാസ്സാണതിൽ. ലൈവ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. എല്ലാ സബ്ജക്റ്റിനും സെപ്പറേറ്റ് നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ എപ്പോഴോ ഇങ്ങനെ ഒരു ലാഗ് വന്നു. പിന്നെ ക്ലാസ്സൊക്കെ പെൻഡിങ് ആയി. ഒരുപാട് പെൻഡിങ് ക്ലാസ് ആയപ്പോൾ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പിന്നെ അതങ്ങനെ ഉപേക്ഷിച്ചു. കുറേ നാളായിട്ട് പഠിപ്പൊന്നും മര്യാദയ്ക്ക് നടക്കാറില്ല. അപ്പോഴാണ് ഇനിയിപ്പോൾ നമ്മൾ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് സിലബസെങ്കിലും ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ റിവിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് വീണ്ടും ഇതുപോലൊരു വ്ളോഗൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നടക്കുന്ന ലൈവ് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുക, അതിന് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഡെയിലി ഒരു 2 or 3 ക്ലാസ് പെൻഡിങ് ആയിട്ടുള്ള ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലാസ്സും കൂടെ ആദ്യം നമ്മൾ പെൻഡിങ് ക്ലാസ്സാണ് തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ലൈവ് ക്ലാസ്സും കൂടെ പെൻഡിങ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കേരള നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിതുവരെ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ നമുക്ക് സിലബസിലൊരു 10-12 പേരേ ഉള്ളൂ. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരുപാട്, അതായത് സിലബസ് എന്നല്ലാണ്ട് തന്നെ ഉള്ള ഒരുപാട് റിനൈസൻസ് ലീഡേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതും നോട്ട് ചെയ്യണം. അപ്പോൾ ഒരു 10-50 പേരോളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് 2 പേരുടെ ക്ലാസ്സാണ് കണ്ടത്. കെ രാമകൃഷ്ണ പിള്ളയുടെയും പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇവരുടെ 2 പേരുടെയും ക്ലാസ് കണ്ടു. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റിവൈസ് ചെയ്യണം. അങ്ങനെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് 2 പേര് വെച്ച് പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിനൈസൻസ് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് സയൻസ് സബ്ജക്ട്സ് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ എനിക്കിത്തിരി ടഫാണ്. കാരണം കുറച്ചധികം സമയം ഹിസ്റ്ററിയൊക്കെ ആയാലും ഒരുപാട് വായിച്ച് ഇയേഴ്സും ഒക്കെ പഠിക്കണമല്ലോ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം എടുത്തിട്ട് അത് ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു മടിയായിട്ടിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് പെൻഡിങ് ക്ലാസ്സസും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഇത് തീർക്കണോ, ആദ്യം ലൈവ് ക്ലാസ് കാണണോ, ഇനി തീരുമോ, ഇനി നമുക്ക് ഇപ്പോൾ ആപ്പിലാണെങ്കിൽ തന്നെ അവരുടെ ഒപ്പം എത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പോവുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ പോർഷനാണെങ്കിലും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. അല്ല നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠനം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെറിയ ടോപ്പിക്സ് ആദ്യം പഠിച്ചു തുടങ്ങുക. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് പഠിക്കാനായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു മടുപ്പാവും. കാരണം കുറേ നാൾക്ക് ശേഷം നമ്മൾ പഠനം റീസ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെറിയ ടോപ്പിക്സ് ആകുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതൊന്ന് റിവൈസ് ചെയ്യാൻ തോന്നും. മറിച്ച് നമ്മൾ ഒരുപാട് ടോപ്പിക്സ് തന്നെ ഫസ്റ്റ് തീർക്കാൻ വേണ്ടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ടോപ്പിക്സ് നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ കുറേ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും എടുക്കുമ്പോൾ നമുക്ക് സമയമെടുക്കും പഠിക്കാനായിട്ട്. സോ നമുക്കത് തീർക്കാൻ പറ്റാണ്ടാവുമ്പോൾ വീണ്ടും ടെൻഷനാവും. പിന്നെയും നമ്മൾ പണ്ടത്തെ അവസ്ഥയിലേക്ക് തന്നെ പോയിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യും. സോ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടോപ്പിക്സ് എടുത്തിട്ട് പഠിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ടൈം നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കാതെ നമുക്കൊരു 1 hour 2 hour അങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസം ഒരു 1 hour പഠിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ
ഓക്കെ, ആ ഒരു 1 അവർ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കണം. ആ ഒരു 1 അവറിൽ നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം. അങ്ങനൊരു ടൈം കണ്ടെത്തിയിട്ട് രാവിലെയോ വൈകിട്ടോ നമുക്ക് ഏത് സമയമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഇരുന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായാലും നിങ്ങളുടെ പഠനത്തിൽ എത്ര വലിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. മനസ്സിൽ അത് മാത്രം കാണുക. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അതിലും ബ്രേക്ക് വന്ന് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുക. എഗെയിൻ ആൻഡ് എഗെയിൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. സോ ഓൾവേസ് റിമെമ്പർ ദിസ്, you only fail when you stop trying. Thank you. Thanks for watching.